അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2007 ക്ലാസ്സിലെ 2025 നടന്ന തസ്കിയത്തുൽ വിൽദാൻ ആൻഡ് തജ്വീദുൽ ഖുർആനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തേത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ആൻസർ മർവ. 2, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം. ആൻസർ ഹിജ്റ 204. 3, സമർപ്പണം എന്നാണ് അർത്ഥം. അതെന്തിൻ്റെയാണ്? തെലഹിയ എന്നതാണ് സമർപ്പണം എന്നർത്ഥം. 4, ശ്വാസമയക്കാതെ അല്പം അടങ്ങൽ. ആൻസർ സക്ത. 5, ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ആൻസർ ഈ കാണുന്ന സില എന്ന് പറയുന്ന ചിഹ്നമാണ്. 6, ഉച്ചാരണ സമയത്ത് ശബ്ദം നീളാതിരിക്കൽ. ആൻസർ ഷിദ്ദത്ത്. ഇനി ചേരുംപടി ചേർക്കുക. അതിൽ 7-ാമത്തത് വഹദർ റിയ. ഇത് ഫുള്ള് ബൈത്താണ്. ഈ ബൈത്തിൻ്റെ ബാക്കിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് യോജിപ്പിക്കാനുള്ളത്. വഹദർ റിയാൻ. ആൻസർ ബി മുഹ്ബിത്തൻ ലിഇബാദത്തി. അടുത്ത 8-ാമത്തത് തജൂദു വതഅഫു മിന്നത്തം വതകറുമ വവഖ്തിരിൽ ഇൽമ വഅള്ളിം ഷാന. ആൻസർ ഇ ഫമാലി ആസിൻ ഫൈളു ഫളി റബ്ബിഹി. 11, ലാ തുദ്ഹിറന്ന ഫളീലതൻ കൈ തുഅതഖദ്. ആൻസർ സി. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ബൈത്ത് കാണാതെ പഠിച്ചാലേ ചേരുംപടി ചേർക്കാൻ കഴിയുള്ളൂ. ഇനി അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കുക. സമുറത്ത് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തിയെ തോൽപ്പിച്ചത്? ആൻസർ റാഫിഅ റളിയല്ലാഹു അൻഹുവിനെ. 13, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ ഡാഷിൽ വഫാത്തായി. ഹിജ്റ 55 വഫാത്തായി. 14, ലാ തത്ലുബൻ ഡാഷ് മൻസില. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുൻത തത്ലുബ ഇൻദ നാസിൻ മൻസില. 15, വലാകിന്ന എന്നതിൽ അലിഫിനെ ഡാഷിൽ ഉച്ചരിക്കണം. എന്തിൽ ഉച്ചരിക്കണം? വഖഫിൽ ഉച്ചരിക്കണം. കൂട്ടി ഓതുമ്പോൾ അലിഫിനെന്തെങ്കിലും ഉച്ചരിക്കൂല. അപ്പോൾ വഖഫിൽ ഉച്ചരിക്കണം. 16, സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റ് വന്നാൽ റായിനെ ഡാഷ് ചെയ്യണം. എന്ത് ചെയ്യണം? ആൻസർ തർക്കീഖ് ചെയ്യണം. 17, ഖുർആനിൽ സായ് എന്ന ചിഹ്നത്തിൻ്റെ ഉദ്ദേശം. എന്താ ഉദ്ദേശം? ആൻസർ മുജവ്വിസ്. ചേർത്തി ഓതലാണ് നല്ലത് എന്നാകുന്നു അതിൻ്റെ ഉദ്ദേശം. ഇനി 4-ാമത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18, ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ആൻസർ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. 19, ഉമർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം. ആൻസർ ബദർ യുദ്ധം. 20, ഹിസാബിയ എന്നതിൽ ഏതു ഹാ ആണുള്ളത്? ആൻസർ ഹാ ഉസ്സക്ത. 21, ശ്വാസം കിട്ടാതെ വന്നാൽ നിർത്താം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ആൻസർ സ്വാദ്. 22, ഇസ്തിത്വാലത്ത് ഉണ്ടാകുന്ന അക്ഷരം ഏത്? ആൻസർ ലാദ്. 23, ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ. ഇത് ഏത് സിഫത്താണ്? ആൻസർ ലിഖ്വ്. ഇനി അടുത്ത ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 24, ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആൻസർ ഓ ഉഖബത്തെ, ഇവ രണ്ടുകൊണ്ടും നീ അഭയം തേടുക. കാരണം ഒരു അഭയാർത്ഥിയും ഇവക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. 25, വൻഷുർലിമാ തഅലമുഹു വഅമൽ ബിഹി. അതിൻ്റെ അർത്ഥം ഇതാണ്. എന്താണ്? നീ പഠിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുക. 26, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉന്നത പദവി ലഭിക്കാൻ കാരണമായ കാര്യം ഏത്? ആൻസർ അസൂയ, പക, ചതി, ദുർവിചാരം മുതലായവ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധിയായത് കാരണം. 28, അറബിയാക്കുക. സ്വഹാബികൾ സന്മാർഗത്തിൻ്റെ താരങ്ങളാണ്. ആൻസർ അസ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഫഇന്നഹും നുജൂമുൽ ഹുദാ. 28, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പാദ്യം എങ്ങനെ ചെലവഴിച്ചു? ആൻസർ അറിവിൻ്റെ ആളുകൾക്കും ത്യാഗികൾക്കും ആരാധനയിൽ മുഴുകുന്നവർക്കുമായി ചെലവഴിച്ചു. 29, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചു ഏതിലെല്ലാം? ആൻസർ വിശ്വാസയോഗ്യതയിലും ഐഹിക വിരക്തിയിലും ഔദാര്യത്തിലും സൂക്ഷ്മതയിലും ഭക്തിയിലും ഉയർന്ന പദവിയിലും. ഇനി 30, ലബിൽ മിർസാദ് എന്നതിലെ റായിനെ തഫ്ഖീം ചെയ്യാൻ കാരണമെന്ത്? ആൻസർ സുക്കൂനുള്ള റായിന് ശേഷം ഇസ്തിഅലാഇൻ്റെ ഹർഫ് വന്നതിനാൽ.
31 വറത്തിൽ ഖുർആന തർത്തീല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ആൻസർ അക്ഷരങ്ങളുടെ മഖ്റജും വഖഫും ഇബ്തിദാഉം അറിയുക എന്നതാണ്. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. 32-ാമത്തേൽ 2 കൊടുത്ത സൂറത്തുൽ ഫലഖിൻ്റെ അവതരണ പശ്ചാത്തലമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു രണ്ടാലൊന്നിനെ കുറിച്ച് എന്ത് ചെയ്യണം എഴുതണം. അപ്പോൾ ജൂബിതന്മാരിലെ സിഹിർ ചെയ്യുന്നയാളായിരുന്നു ലബീദ് ബിനു അസം. ഒരു ചരടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സിഹിർ ചെയ്തു. ആ ചരടിൽ 11 കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് തിരുദൂതരുടെ രൂപമുണ്ടാക്കുകയും അതിൽ 11 സൂചികൾ കുത്തിവെക്കുകയും ദർവാൻ എന്നറിയപ്പെടുന്ന കിണറ്റിൽ ഇവയെല്ലാം കുഴിച്ചിടുകയും ചെയ്തു. അള്ളാഹു ഈ സംഭവം അതിൻ്റെ സ്ഥലവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം മുഅവ്വിദത്തൈനി സൂറത്തുകളുമായി ഇറങ്ങി വന്നു. ഇനി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഏതാണത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അറിവും കർമ്മവും ഒരുമിച്ച് കൂടിയ പണ്ഡിതനായിരുന്നു. സാഹിത്യകാരനും ധാരാളം ഹജ്ജ് ചെയ്യുന്നവരുമായിരുന്നു. സമ്പത്തുമായി രാജ്യങ്ങളെ കച്ചവടക്കാരനായി ചുറ്റി നടക്കും. ലാഭം ഓരോ വർഷത്തിലും 1,00,000-ലധികമായിരുന്നു. ആ സമ്പത്ത് മുഴുവൻ അറിവിൻ്റെ ആളുകൾക്കും ത്യാഗികൾക്കും ആരാധനയിൽ മുഴുകുന്നവർക്കുമായി ചെലവഴിച്ചു. ഇനി ഒരു രണ്ടാമത്തേതാണ് സിഫാത്തുൽ ഹുറൂഫ് അല്ലെങ്കിൽ ഹാ ഉൽ ലമീർ വത്തഅനീസ് വസ്സക്ത്ത്. ഇതിനെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ സിഫാത്തുൽ ഹുറൂഫ് എന്താ? അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങളാണ് സിഫത്തുകൾ. ഒരേ മഖ്റജിൽ നിന്ന് ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ വ്യത്യസ്ത ശബ്ദമാണ് ഉണ്ടാകുന്നത്. അതിന് സിഫാത്തുകളുടെ വ്യത്യാസം കൊണ്ടാണ്. സിഫത്തുകൾ നഷ്ടപ്പെട്ടാൽ അക്ഷരം വ്യത്യാസപ്പെട്ട് അർത്ഥം മാറിപ്പോകും. ഏതാനും സിഫത്തുകൾ ഹംസ്, ജഹ്ർ, ഷിദ്ദത്ത്, രഖ്വ്, തവസ്സുത്ത്, ഇസ്തിഅലാ, ഇസ്തിഫാൽ, ഇൻഫിതാഹ്, ഖൽഖലത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തുകളും അവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്ത് ഹാ ഉൽ ലമീർ വത്തഅനീസ് വസ്സക്ത. ഹാവുകൾ 3 വിധം. ലമീറിൻ്റെ ഹാ, തഅനീസിൻ്റെ ഹാ, സക്തയുടെ ഹാ. അവൻ, അത് എന്നീ അർത്ഥങ്ങളുള്ള ഹാഇനാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. പദങ്ങളെ മുഅന്നസാക്കാൻ ചേർക്കുന്ന ഹാഇനാണ് ഹാ ഉ തഅനീസ് എന്ന് പറയുന്നത്. ശേഷമുള്ള പദത്തോട് ചേർത്ത് വായിക്കുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാഉമായാണ് ഉച്ചരിക്കുക. അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഹാഉകളാണ് ഹാ ഉസ്സക്ത. ഇവയ്ക്ക് അവസാനം സുക്കൂനായിരിക്കും. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലാണ് 2025 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പഠിക്കാനും പഠിച്ചതനുസരിച്ച് പരീക്ഷയ്ക്ക് എഴുതാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.